നമസ്കാരം. സിന്ധു നദീജല കരാർ കേന്ദ്ര സർക്കാർ റദ്ദാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ആദ്യം തന്നെ ഒരു നയതന്ത്ര സർജിക്കൽ ആക്രമണം പാകിസ്ഥാനെതിരെ നടത്തിയിരുന്നു. അതോടെ തന്നെ അടപടലംപ്പെട്ട ഒരു അവസ്ഥയിലായ പാകിസ്ഥാൻ പല തരത്തിലുമുള്ള ഭീഷണികൾ നടത്തി നോക്കി. എന്നിട്ടും ഇന്ത്യ വഴങ്ങിയില്ല. ഇന്ത്യ കേട്ട ഭാവം കാണിച്ചില്ല. തിരിച്ച് അതേ പ്രഹരത്തിൽ പാകിസ്ഥാനെ വിറപ്പിക്കുന്ന രീതിയിൽ, ഭയപ്പെടുത്തുന്ന രീതിയിൽ ഇന്ത്യ തിരിച്ചടിച്ചു. അവസാനം മിസൈൽ വരെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കും, വെള്ളം തന്നില്ലെങ്കിൽ എന്ന് വരെ പാകിസ്ഥാൻ ഭീഷണി മുഴക്കി നോക്കി. എന്നിട്ടും ഏറ്റില്ല. കാരണം ഇന്ത്യ വെള്ളം തടഞ്ഞതോടെ പാകിസ്ഥാനിൽ ജനങ്ങൾ പാക് സർക്കാരിനെതിരെ തിരിയുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ദൈനംദിന കാര്യങ്ങൾക്ക് പോലും വെള്ളമില്ലാത്തൊരവസ്ഥയിൽ പാക് ജനത ഇപ്പോൾ നിൽക്കുകയാണ്. ആ രീതിയിലേക്ക് ഇന്ത്യ പാകിസ്ഥാന് നല്ല ഇടിവെട്ട് പണിയാണ് കൊടുത്തത്. വെള്ളം തന്നില്ലെങ്കിൽ ആക്രമണം നടത്തുമെന്ന് പറഞ്ഞിരുന്ന പാകിസ്ഥാന് ഇന്ത്യ ഇതാ വേണ്ടുവോളം വെള്ളം നൽകിയിരിക്കുകയാണ്. വെള്ളം കിട്ടിയതോടെ പാകിസ്ഥാൻ കുറ്റം പറഞ്ഞ് വീണ്ടും രംഗത്തെത്തി. ഇതെന്തവസ്ഥയാണെന്ന് ജനങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട്. കാരണം വെള്ളം കിട്ടിയാലും കുറ്റം, വെള്ളം കിട്ടിയില്ലെങ്കിലും കുറ്റം. അതാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ അവസ്ഥ. ഇന്ത്യ വെള്ളം പിടിച്ചു വെച്ചപ്പോൾ വെള്ളം തരുന്നില്ല എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരുന്നു. ഇന്ത്യതായപ്പോൾ വെള്ളം കൊടുത്തപ്പോൾ വെള്ളം കൂടിപ്പോയി എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ ഇപ്പോൾ നിലവിളിക്കുകയാണ്. അതായത് വേറൊന്നുമല്ല, വെള്ളം നൽകിയില്ലെങ്കിൽ ആണവ യുദ്ധം ഉണ്ടാകും എന്നൊരു ഭീഷണി പാകിസ്ഥാൻ ഇന്നലെ മുഴക്കിയിരുന്നു. അപ്പോൾ ഇന്ത്യ പറഞ്ഞു, വെള്ളം തരാം, വെയിറ്റ് ചെയ്യൂ. നല്ല ഒന്നാന്തര പണി ഇന്ത്യ തിരിച്ച് കനത്തിൽ തന്നെ അങ്ങ് കൊടുത്തിട്ടുണ്ട്. അതായത് സിന്ധു നദിയിലേക്കുള്ള വെള്ളം തടഞ്ഞതല്ല ഇന്ത്യയുടെ ആദ്യ തിരിച്ചടി, മറിച്ച് വെള്ളം തുറന്നു വിട്ടാണ് പാകിസ്ഥാനെ കുടുക്കിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനെതിരെ തിരിച്ചടി തുടർന്ന് ഇന്ത്യ നൽകുന്നത് ശക്തമായ സന്ദേശമാണ്. മുന്നറിയിപ്പില്ലാതെ ഉറി ഡാം തുറന്നങ്ങ് വിട്ടു. ഇതോടെ ജലം നദിയിൽ വെള്ളപ്പൊക്കവും ഉണ്ടായി. പാകിസ്ഥാൻ അധീന കാശ്മീരിലെ വിവിധ പ്രദേശങ്ങളിൽ ഇതോടെ വെള്ളം കയറി ആകെ മുങ്ങുന്ന ഒരവസ്ഥയിലായി മാറി. ഇന്ത്യയുടെ അപ്രതീക്ഷിത നീക്കത്തിൽ പാകിസ്ഥാൻ ഞെട്ടിവിറച്ചിരിക്കുകയാണ്. മിന്നൽ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ചിലയിടങ്ങളിൽ ജനങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. നദീതീരത്ത് നിന്ന് മാറി താമസിക്കാൻ പാകിസ്ഥാൻ ജനങ്ങളോട് നിർദ്ദേശം നൽകി കഴിഞ്ഞു. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ പ്രധാന നടപടിയാണിത്. പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ ഇന്ത്യ കനത്ത തിരിച്ചടി തുടരുന്നതിനിടെയാണ് ഉറി ഡാം തുറന്നുവിട്ടുള്ള നിർണായകമായ ഒരു നീക്കമുണ്ടായത്. കൊഹാല, ധാൽകോട്ട് എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി. ഞങ്ങൾക്കൊരു മുന്നറിയിപ്പും ലഭിച്ചിരുന്നില്ല. വെള്ളം ഇരച്ചു കയറി. ജീവനും സ്വത്തിനും സംരക്ഷണമൊരുക്കാൻ ഞങ്ങൾ പാടുപെടുകയാണ്. പാക് അധീന കാശ്മീരിലെ നദീതീരത്തുള്ള ഡുമൽ എന്ന ഗ്രാമത്തിലെ താമസക്കാരനായ മുഹമ്മദ് ആസിഫ് പറഞ്ഞ വാക്കാണിത്. പാക് അധീന കാശ്മീരിന്റെ തലസ്ഥാനമായ മുസാഫാബാദിലെ ചക്കോദിയിലെയും തുടങ്ങിയ പ്രദേശങ്ങളിൽ അടിയന്തര മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജലനിരപ്പ് ഉയർന്നതോടെ താമസക്കാരെ ഒഴിപ്പിച്ചു. ചലം നദിയിലേക്ക് ഇന്ത്യ പതിവിലും കൂടുതൽ വെള്ളം തുറന്നുവിടുകയാണ് ഉണ്ടായത്. ഇന്ത്യ മനഃപൂർവ്വം ഡാമിലെ വെള്ളം തുറന്നുവിട്ടതാണെന്ന് പാക് അധീന കാശ്മീരിലെ സർക്കാർ ആരോപിച്ചു. മുൻകൂർ അറിയിപ്പ് നൽകാത്തത് അന്താരാഷ്ട്ര ജലസേചന നിയമത്തിന്റെ ലംഘനമാണെന്ന് പാകിസ്ഥാൻ തന്നെ പറഞ്ഞു. ഇനി ഒരു നിയമവും ഇന്ത്യ നോക്കത്തില്ല. കാരണം ഇന്ത്യയിലേക്ക് കയറി വന്ന നിരപരാധികളായ പാപം ഇന്ത്യക്കാരുടെ ദേഹത്തേക്ക് നിറവൊഴിച്ച നിങ്ങൾക്ക് ഇനി ഒരു നിയമവും ഇനി നിങ്ങൾക്കുണ്ടാകില്ല. ഒരു നിയമത്തിന്റെ കണ്ണുകളും ഇന്ത്യ ഇനി അരിച്ചു പറക്കത്തില്ല. ഏതൊക്കെ രീതിയിൽ കൂടെ പണി തരാൻ പറ്റുമോ അങ്ങനെ എല്ലാ രീതിയിലും ഇന്ത്യ പണി തന്നുകൊണ്ടേയിരിക്കും. അല്ലാതെ സാധാരണ ഉറിയിലും പുൽവാമയിലും ഒക്കെ ആക്രമണം ഉണ്ടായതുപോലെ LOC ക്രോസ് ചെയ്ത് വന്ന് ഇന്ത്യ തിരിച്ചടിച്ചിട്ട് പോകുന്ന ആ രീതിയല്ല ഇത്. അടപടലം തകർക്കും എന്ന് പറഞ്ഞാൽ തകർത്തിരിക്കും. സംഭവത്തിൽ ഇന്ത്യ ഇതുവരെയായിട്ട് പ്രതികരിച്ചിട്ടില്ല. അതിന്റെ ആവശ്യവുമില്ല. എന്നാൽ ജമ്മു കാശ്മീരിലെ കനത്ത മഴയെ തുടർന്ന് അണക്കെട്ട് തുറന്നുവിടുന്നത് ഒരു സാധാരണ പ്രവർത്തന നടപടികളാണെന്ന റിപ്പോർട്ടുകളുണ്ട്. സിന്ധു നദീ ജല കരാറിൽ നിന്നും ഇന്ത്യ പിന്മാറുന്നതോടെ പാകിസ്ഥാൻ കാർഷിക മേഖല തകരുമെന്നാണ് വിലയിരുത്തൽ. പാക് GDPയുടെ വലിയൊരു പങ്ക് കാർഷിക രംഗത്തിന്റെ സംഭാവനയാണ്. ഭാവിയിൽ നദീജലത്തിന്റെ ലഭ്യത ഇന്ത്യ കുറച്ചാൽ പാകിസ്ഥാനിലെ കൃഷിയിടങ്ങൾ തളരും. അത് വലിയൊരു തകർച്ചയിലേക്കാകും പാകിസ്ഥാനെ നയിക്കുക. നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ അത് താങ്ങാൻ പാകിസ്ഥാന് ശേഷിയില്ല. അതുകൊണ്ടാണ് ആണവ ഭീഷണി അടക്കമുയർത്തി ഇന്ത്യയെ ഭയപ്പെടുത്താനുള്ള പാകിസ്ഥാൻ ശ്രമം. വെള്ളം തടയാൻ നിരവധി ദീർഘകാല പദ്ധതികൾ പരിഗണനയിലുണ്ട്.
പക്ഷേ ഉടനടിയും ഭാവിയിലേക്കും നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതിക്കാണ് മുൻഗണനയെന്നാണ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഡാം തുറന്നു വിട്ടും പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് പുതിയ സംഭവം. ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച സിന്ധു നദീജല ഉടമ്പടി പ്രകാരം സിന്ധു നദീജല സംവിധാനത്തിലെ 3 കിഴക്കൻ നദികളായ രവി, ബിയാസ്, സത്ലജ് എന്നിവയുടെ പൂർണ്ണ അവകാശം ഇന്ത്യക്കാണ്. അതേസമയം 3 പടിഞ്ഞാറൻ നദികളായ സിന്ധു, ചലം, ചെനാബ് എന്നിവയിൽ നിന്നും ഏകദേശം 135 ദശലക്ഷം ഏക്കർ അടിവെള്ളം പാകിസ്ഥാൻ ലഭിക്കുന്നുണ്ട്. ഇവയെല്ലാം ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികളാണ്. സിന്ധു, ചലം, ചെനാബ് എന്നീ നദികളിലെ നിലവിലുള്ള അണക്കെട്ടുകളിലെ മണ്ണ് നീക്കം ചെയ്യുന്നതിനും ജലസംഭരണി ശേഷി വർദ്ധിപ്പിക്കുന്നതുമാണ് ഇഷ്ടകാലത്തേക്ക് പരിഗണനയിലുള്ള മാർഗങ്ങൾ. ഇതെല്ലാം പാകിസ്ഥാനിലേക്കുള്ള ജലത്തിന്റെ ആ ഒരു ഒഴുക്ക് കുറയ്ക്കാൻ സാധിക്കും. ചലം നദിയുടെ ഒരു പോഷക നദിയിലെ കിഷൻഗംഗ, ചെനാബിന്റെ ഒരു പോഷക നദിയിലെ നിർമ്മാണത്തിലിരിക്കുന്ന 2 ജലവൈദ്യുതി പദ്ധതികളെ പാകിസ്ഥാൻ എതിർത്തു വരികയാണ്. കരാർ താത്കാലികമായി നിർത്തിവെക്കുന്നതിലൂടെ പാകിസ്ഥാന്റെ എതിർപ്പുകൾ അവഗണിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടാകും. ദീർഘകാല അടിസ്ഥാനത്തിൽ ഈ നദികളിൽ പുതിയ അണക്കെട്ടുകളും അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിക്കുന്നതും പരിഗണനയിലുണ്ട്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചുകൊണ്ടുള്ള അറിയിപ്പ് ഇന്ത്യ പാകിസ്ഥാന് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നയതന്ത്ര കുറിപ്പുകൾ നൽകി ഇന്ത്യ അതിവേഗം മറ്റു നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ലോകബാങ്ക് ഇടപെട്ടുള്ള തർക്ക പരിഹാര ചർച്ചകളിൽ നിന്നും ഇന്ത്യ പിന്മാറിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയം അറ്റോർണി ജനറലിന്റെ ഉപദേശം തേടിയിട്ടുണ്ട്. സിന്ധു നദിയിലെ 2 ജലവൈദ്യുത പദ്ധതികളിൽ പാകിസ്ഥാന്റെ പരാതിയിൽ ലോകബാങ്ക് ഇടപെട്ടിരുന്നു. ഇനി ഒരു തുള്ളി വെള്ളം പോലും പാകിസ്ഥാന് നൽകില്ല എന്ന നിലപാടിലാണ് ഇന്ത്യ. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിലെ തുടർ നീക്കങ്ങളും അമിത്ഷായുടെ നേതൃത്വത്തിൽ വിലയിരുത്തുന്നുണ്ട്. ആഭ്യന്തരമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ജൽശക്തി മന്ത്രി CR പാട്ടീൽ നിലപാട് കടുപ്പിച്ചത്. അതായത് സാധാരണഗതിയിൽ LOC ക്രോസ് ചെയ്ത് വന്ന് പാകിസ്ഥാന്റെ ഭീകരവാദ ക്യാമ്പുകളെല്ലാം തന്നെ ബോംബിട്ട് തകർക്കുക, ബോംബ് മഴ പെയ്യിപ്പിക്കുക എന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായി പാകിസ്ഥാനെ ഏതൊക്കെ രീതിയിൽ പോലും, അതായത് പാകിസ്ഥാൻ വിചാരിക്കാത്ത രീതിയിൽ, ഇന്നേ വരെ പാകിസ്ഥാൻ സങ്കല്പിക്കാത്ത രീതിയിൽ ഇന്ത്യ ചെയ്യില്ല, അങ്ങനെയൊന്നും ഇന്ത്യ ചെയ്യില്ല എന്ന് പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫൊക്കെ വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ആ മേഖലയിൽ തന്നെ ഇന്ത്യ കയറി. ലോക രാജ്യങ്ങൾ പോലും ഇന്ത്യ അങ്ങനെ ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന തരത്തിൽ കയറി ഇന്ത്യ കൈവച്ചിട്ടാണ് പാകിസ്ഥാന് നല്ലൊരു പണി തന്നെ കൊടുക്കുന്നത്. അതായത് മുച്ചിഷ്ടം പാകിസ്ഥാന്റെ അടിവേര് തോണ്ടുക. ഇനി അവർ തീവ്രവാദം എന്ന വാക്ക് അവരുടെ നാവിൽ നിന്നോ, ഇനി അവർ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയോ, പാകിസ്ഥാന്റെ ഖജനാവിൽ നിന്നും 1 രൂപ പോലും തീവ്രവാദത്തിന്റെ ഫണ്ടിങ്ങിന് വേണ്ടി ചെലവഴിക്കില്ല എന്ന് അവർ ലോക രാജ്യങ്ങളുടെ മുന്നിൽ വിളിച്ചു പറയുന്നത് വരെ ഇന്ത്യ വളഞ്ഞിട്ട് പാകിസ്ഥാനെ ആക്രമിക്കും എന്നതാണ് വസ്തുത. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.